sinned and done this evil in thy sight, that thou might be justified when thou speaks, and be clear when thou judge. Behold, I was shapen in iniquity, and in sin did my mother conceive. Behold, thou desirest truth in the inward parts, and in the hidden part thou shalt make me to know wisdom. Purge me with hyssop, and I shall wash me, and I shall be whiter than snow. Make me to hear joy and gladness, that the bones which thou hast broken may rejoice. Hide thy face from my sins, and blot out all mine iniquities. Create in me a clean heart, O God, and renew a right spirit within me. Cast me not away from thy presence, and take not thy Holy Spirit from me. Restore unto me the joy of thy salvation, and uphold me with thy free spirit. Then will I teach transgressors thy ways, and sinners shall be converted unto thee. Deliver me from blood guiltiness, O God, thou God of my salvation, and my tongue shall sing aloud of thy righteousness. O Lord, open thou my lips, and my mouth shall shew forth thy praise. For thou desirest not sacrifice, else would I give it. Thou delights not in burnt offering. The sacrifices of God are a broken spirit, a broken and a contrite heart, O God, thou wilt not despise. Do good and thy good pleasure unto Zion. Build thou the walls of Jerusalem. Then thou shalt be pleased with the sacrifices of righteousness, with burnt offering and whole burnt offering. Then shall they offer bullocks upon thine altar. Amen. Thank you, Raymond. അടുത്ത prayer ആണ് ഫാദർ സച്ചിൻ. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളെ പിതാവേ, ഇന്നേ ദിവസം ഇതേപോലെ ഒരു സൂം മീറ്റിംഗിലൂടെ അങ്ങയുടെ സാന്നിധ്യം അറിയാൻ തക്ക വിധത്തിൽ അങ്ങ് ചെയ്ത വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ അങ്ങുണ്ട് എന്നുള്ള തിരുവാക്യം ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, പ്രത്യേകമായിട്ട് ഈ ഒരു മീറ്റിങ്ങിനെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സംസാരിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ദാസിയെ നീ അനുഗ്രഹിക്കുമാറാകണമേ. സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് 100-60-30 മേനിയുമായിട്ട് പറയാൻ തക്ക വിധത്തിൽ അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകിച്ച് വന്നിട്ടുള്ള തിരുമേനിയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ എല്ലാവരെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ ഈശോന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. അടുത്തതായിട്ട് നമ്മുടെ വെൽക്കം സ്പീച്ച് ബൈ മിസ്റ്റർ ബാബു കുര്യൻ, സെക്രട്ടറി KCC ഗൾഫ് സോൺ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്ദനായ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ മീറ്റിംഗിൽ KCCയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് തോമസ് സംബന്ധിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹവും എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ സാധിച്ചു എന്നത് വലിയ സംഗതിയായിട്ട് ഞാൻ കരുതുകയാണ്. അതിന് 1000 സ്തോത്രഗീതങ്ങൾ അർപ്പിക്കുകയാണ്. അതിനായി ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് പലർക്കും ഈ മീറ്റിംഗിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ വലിയ ആവശ്യത്തിനായിട്ട് ദൈവത്തെ നന്ദി നിറഞ്ഞ ദൈവത്തോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് വാസ്തവത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിനമാണ്. കാരണം അത്തം 10 എന്ന് പറയാറുണ്ട്. അത്തം 10ന്റെ പ്രത്യേകത അന്ന് പൂക്കളമിടും. എല്ലാവരും പൂക്കളമിടുന്ന ഒരു ദിവസമാണ്. വിവിധ വർണ്ണങ്ങളിലും സൗരഭ്യവും ഒക്കെയുള്ള പൂക്കള് ശേഖരിച്ചു കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വളരെ ഭംഗിയായിട്ട് ഇതിലകളൊക്കെ എടുത്ത് ചേർത്ത് വെച്ച് ഒരു പൂക്കളം ഇടുക എന്ന് പറയുന്നത് വലിയൊരു വൈദഗ്ധ്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഒരു മാജിക്കാണ് വാസ്തവത്തിൽ. അത് ഇട്ട് കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നും.
ഞാനിതിവിടെ പറയാൻ കാരണം ഇവിടെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് വിവിധ സഭാ വിഭാഗങ്ങളിൽ പെട്ട അനേകം ഭക്തജനങ്ങള് ഒന്നിച്ചുകൂടി ആരാധനയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ശക്തി എത്രമാത്രമുണ്ട് എന്നുള്ളത് വാസ്തവത്തിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു അനുഭവത്തിലാണ് ഞാനും നിങ്ങളും ഇന്നിപ്പോൾ ഉള്ളത്. പരിശുദ്ധനായ പത്രോസ്ലീഹ മറുരൂപ മലയിൽ വെച്ച് പറയുണ്ടായി, ഞാൻ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കുമെന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞതുപോലെ അതേ ഒരു മാനസിക അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എന്ന് ഞാൻ കരുതുകയാണ്. ഈ സഹോദരങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകത വാസ്തവത്തിൽ ഇന്ന് വളരെ കൂടുതലാണ്. കാരണം ഞാനതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. ടർക്കിയിലും ഹഗിയ സോഫിയയുടെ കാര്യങ്ങളിലും ഒക്കെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ കുടുംബ സംഗമം എന്ന് നമ്മൾ പേര് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ ഇതൊരു പ്രാർത്ഥനാ സംഗമമാണ്. ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് KCC ഗൾഫ് സോണിന്റെ വനിതാ വിഭാഗമായ അല്ലെങ്കിൽ വിമൻസ് കമ്മീഷൻ ആണ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ശ്രീമതി സുജ ഷാജിയാണ്. ഇങ്ങനെ മനോഹരമായിട്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ തുനിഞ്ഞ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുജയോടുള്ള ഒരു പ്രത്യേക അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കട്ടെ. ഇന്ന് ഈ യോഗത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ നമ്മുടെ പ്രസിഡന്റ് തിരുമേനി സംബന്ധിക്കുന്നു എന്ന് പറയുന്നത് വലിയ ആവേശകരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായ ഒരു സംഗതിയാണ്. കാരണം അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് KCC ഗൾഫ് സോണിന്റെ ഒരു ഒഫീഷ്യൽ പരിപാടിയിൽ സംബന്ധിക്കുന്നത് എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അതിനൊരു മാധുര്യം കൂടുതലുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ മൈക്കോമിക് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ അദ്ദേഹമാണ്. അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ CSI സഭയുടെ കൊല്ലം കൊട്ടാരക്കര ഡയസിഷൻ ബിഷപ്പായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അഡ്വക്കേറ്റ് പ്രകാശ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുമ്പേ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. മലങ്കര മാർത്തോമ സഭയുടെ 2014-2017 കാലയളവിലെ അൽമായ ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. അന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്ന ആ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് മാർത്തോമ സഭയോ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയോ മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു നിറകുടമാണ് അദ്ദേഹം. ആ ഒരു ധ്രുവ നക്ഷത്രമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വർണ്ണിക്കുവാൻ എനിക്ക് ഇവിടെ സമയം പോരാ. KCC ഗൾഫ് സോണിലാണെങ്കിലും അദ്ദേഹം ആദ്യം ട്രഷററായിരുന്നു. അതിനുശേഷം അതിന്റെ ഓരോ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം അതിന്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹവും ആദ്യമായിട്ടാണ് KCC ഗൾഫ് സോണിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ സംബന്ധിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക്, ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ നമ്മോടൊപ്പം ഇന്ന് നമുക്ക് പ്രധാന ദൂത് നൽകുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീമതി പേർലി ജോസ്. KCC ഉൾപ്പെടുന്ന NCCIയുടെ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടും ഒരു വേള അതിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് ശ്രീമതി പേർലി. 25 വർഷത്തോളമായിട്ട് കേരള പോലീസ് അക്കാഡമി, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റി ആയിട്ട്
ഫാക്കൽറ്റി ആയിട്ടും ട്രെയിനറായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീമതി പേളിയെ ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ പ്രധാന മുഖ്യ സന്ദേശം നൽകുവാൻ ലഭിച്ചത് വലിയ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. എല്ലാവരുടെയും പേരിൽ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അനേകം വൈദിക ശ്രേഷ്ഠര് വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. ഓർത്തഡോക്സ് സഭയിലെയും CSI സഭയിലെയും മാർത്തോമാ സഭയിലെയും മറ്റ് സഭകളിൽ ഉൾപ്പെടെ കൽദായ സഭയിലെയും ഒക്കെ അനേകം വൈദിക ശ്രേഷ്ഠര് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ആദരവോടെ ഈ സംഗമത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഗൾഫ് സോണിന്റെ ഇപ്പോൾ ഏകദേശം 10 വർഷമായി ഇത് ആരംഭിച്ചിട്ട്. 10 വർഷം മുമ്പ് ഇത് ആരംഭിക്കുമ്പോൾ ഇതിന്റെ ഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുകയും ഇന്നും തുടരുകയും ഇന്നും അതിൽ വളരെ സജീവമായിട്ട് തുടരുകയും ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് അന്നത്തെ ഫൗണ്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട ബിജു പി തോമസ് തോന്നുന്നില്ല. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു പരിപാടിയിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സമയം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഇതിൽ പങ്കെടുക്കും. അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ബഹുമാന്യനായ ജോബി ജോഷുവ, അദ്ദേഹം സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ ശ്രീമാൻ സോളമൻ ഡേവിഡ് ട്രഷറർ ആയിട്ടും പ്രവർത്തിച്ചിരുന്നു. ശ്രീ സോളമൻ ഡേവിഡ് ഇന്നിപ്പോൾ CCAയുടെ ഗൾഫ് റീജിയന്റെ റെപ്രസെന്റേറ്റീവ് കൂടിയാണ്. അദ്ദേഹത്തോടൊപ്പം ഇവരോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മറ്റ് ചില പ്രധാനപ്പെട്ട ആളുകളും കൂടിയുണ്ട്. ഞാൻ അവരെ ഒന്ന് പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് ശ്രീ ബിജു ആപ്പച്ചൻ, അതുപോലെ തന്നെ ശ്രീ ചെറിയാൻ കീക്കാട്, ഡൈസ് എടുക്കുള, ഡെജി, അലക്സ് ജോൺ, അഭിജിത്ത്, പോൾ ജോർജ് തുടങ്ങിയവര് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ KCC ഗൾഫ് സോണിന്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വം ഇവിടെയുണ്ട്. അദ്ദേഹം മോനി ചാക്കോ, അദ്ദേഹമാണ് യാക്കോബായ സഭയുടെ അംഗമാണ്. അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റനേകം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ സഭകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, വിവിധ പള്ളികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പല ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പല പള്ളികളിലെയും അല്ലെങ്കിൽ ദേവാലയങ്ങളിലെയും ഇടവകളിലെയും ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. ഓർത്തഡോക്സ് സഭയുടെയും അതുപോലെ തന്നെ യാക്കോബായ മാർത്തോമായ CSI സഭകളുടെ ഇടവകളുടെ ഭാരവാഹികള്, കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നവര് ഒക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഇതൊരു വലിയ അനുഭവമായി മാറട്ടെ, ഇത് ഒരു ആദ്യപടിയായി മാറട്ടെ. ഇതിനുശേഷം നമുക്കിത് തുടർന്നുകൊണ്ട് പോകുവാൻ സാധ്യമാകുവാനാകട്ടെ. ശ്രീമതി പേളി ജോസിന്റെ ഇന്നത്തെ ഈ മുഖ്യ ദൂത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ബാബുച്ചാന് വിട്ടുപോയതാണോ എന്നറിയത്തില്ല, പറഞ്ഞു. നമ്മുടെ ബിജു പി തോമസ് അച്ഛൻ ലൈനിലുണ്ടെന്നാ തോന്നുന്നേ. ഞാന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എനിക്ക് 8 മണിക്ക് ഒരു ലൈവ് പ്രഭാഷണം ഉണ്ട്. അതിനു മുമ്പുള്ള സമയത്ത് ഞാൻ ഇതിലൊന്ന് വന്നു, ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു. ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു വെബിനാറിലൂടെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുവാൻ KCC ഗൾഫ് സോണിന് സാധിച്ചു എന്ന് പറയുന്നത് ഒരുപാട് മുക്തകണ്ഠം പ്രശംസയ്ക്ക് അത് അർഹമാണ് എന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. അതിൽ നോക്കുമ്പോൾ ഗൾഫിലും നാട്ടിലുമുള്ളതായ അനേകം പ്രഗത്ഭരുടെ സാന്നിധ്യം ഈ സമ്മേളനത്തിൽ കാണുന്നുണ്ട്. നമ്മൾ കാലഘട്ടം നമ്മുടെ മേൽ ഏൽപ്പിച്ച പ്രതിസന്ധികളുടെ മേൽ നമ്മൾ അതിശക്തമായ പ്രതിരോധം തീർത്ത് നമ്മൾ അതിന്റെ മേൽ വിജയം പ്രാപിക്കുന്ന
ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് നമ്മളുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം വർദ്ധിക്കുന്നതും ശക്തമാകുവാൻ സാധിക്കുന്നതും. ആ നിലയിൽ KCCയുടെ ഗൾഫ് സോണിന്റെ പ്രത്യേകിച്ച് KCC കേന്ദ്ര ഭാരവാഹികൾ ഇതിൽ ഉണ്ട് എന്ന് കാണുന്നത് എനിക്കൊരുപാട് സന്തോഷം നൽകുന്നു. അവരുടെ വാക്കുകൾ ഗൾഫിലെ KCCയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തീകരണം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. അവസരം നൽകിയതിൽ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. തിരുമേനിയുടെ പ്രസൻസ് കാണുന്നു. തിരുമേനിക്ക് എല്ലാ അഭിവാദനങ്ങൾ നേരുന്നു. അഡ്വക്കേറ്റ് പ്രകാശിന്റെ സാന്നിധ്യം കാണുന്നു. എല്ലാ ആശംസകൾ നേരുന്നു. പേർളി മാഡം എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. NCCയിൽ ഉള്ള കാലം മുതലേ ഞാനുമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് പേർളിയെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുവാൻ അവസരം കണ്ടെത്തി. ദൈവം നമ്മൾ എല്ലാവരും കാക്കട്ടെ. ഞാൻ മറ്റേ പ്രഭാഷണത്തിലേക്ക് മാറുന്നു. വീണ്ടും 8:30 കഴിയുമ്പോൾ ഞാൻ ഒന്ന് റീജോയിൻ ചെയ്തു കൊള്ളാം. താങ്ക് യു സോ മച്ച്. വളരെയധികം നന്ദി അച്ഛാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനിയും പ്രസിഡൻഷ്യൽ അഡ്രസ് ബൈ ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ്, KCC പ്രസിഡന്റ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. KCCയുടെ ആദരണീയനായ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് P. തോമസ്, ഇന്നത്തെ മുഖ്യ പ്രസംഗക മിസസ് പേർളി ജോസ്, NCCയുടെ എക്സ് വൈസ് പ്രസിഡന്റും NCCയുടെ എക്സ് ആക്ടിംഗ് പ്രസിഡന്റും KCCയുടെ എക്സ് വൈസ് പ്രസിഡന്റും, ഈ അപ്രകാരം തന്നെ സ്വാഗതം ആശംസിച്ച ബാബു കുര്യൻ സാറ്, KCCയുടെ ഗൾഫ് സോണിന്റെ സെക്രട്ടറി, ഭംഗിയായിട്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്ന സുജ ഷാജി അവറുകൾ, ഇതില് ഇപ്പോൾ ആശംസ പറഞ്ഞ ബഹുമാനമുള്ള ബിജു തോമസ് അച്ഛൻ, പ്രാർത്ഥിച്ച സച്ചിൻ അച്ഛൻ, മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠര്, ഇതില് ഇന്ന് ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ചത്തേക്ക് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുങ്ങേണ്ട എന്നെ ഇതിനകത്ത് നിർബന്ധിച്ച് കൊണ്ടുവന്ന ജോബി ജോഷു, എന്റെ ബന്ധു, സോളമൻ ദേവില് ഞങ്ങളുടെ അങ്കിള്, പ്രിയമുള്ള എല്ലാ സഹോദരി സഹോദരങ്ങൾക്ക് ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഈ നിങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിച്ചത്, പണ്ടൊക്കെ എയർപോർട്ടിൽ പോവാന്ന് പറയുന്നത്, ഫ്ലൈറ്റിൽ കയറി പോവാന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ്. മെനക്കേടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് ഒത്തിരി രാജ്യങ്ങളിൽ സാധാരണ പോകാൻ ഒക്കുന്നത് വളരെ സന്തോഷമായിട്ടുള്ള സംഗതിയാണ്. ഈ കാലഘട്ടത്തിൽ ഈ കോവിഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോകുമ്പോൾ മനുഷ്യൻ കുറച്ചുകൂടെ ഒന്ന് നന്നാകാൻ ഉള്ള സമയമാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദോത്സവം വായിക്കാനും പ്രാർത്ഥിക്കാനും എനിക്ക് അവസരം ലഭിച്ചത് ഇപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു കുറ്റസമ്മതമല്ല. രാവിലെ മുതൽ പാതിരാത്രി വരെ ഓടുന്നു, അധ്വാനിക്കുന്നു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനാ ഓടുന്ന അധ്വാനിക്കുന്നത്? ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദൈവദിനം വായിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. വിശേഷ ഈ ഗൾഫ് സോൺ 10 വർഷമായിട്ട് ഇത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്ന് നിങ്ങളെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ പേടിച്ച ഭയത്തിലാണ് നിങ്ങൾ കഴിയുന്നത്. വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഉള്ള ആളുകളും എന്നാൽ ആ ഭയത്തിൽ ദൈവം അത്ഭുതകരമായി നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. കർത്താവെ, കരുണയുണ്ടായി കോവിഡ്-19 നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും നീങ്ങുന്നു. വായിച്ച സങ്കീർത്തനം 51-ാം സങ്കീർത്തനം ഒരു അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ദാവീദിന്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഏറ്റവും അറിഞ്ഞുള്ള ഒരു അനുതാപമാണ്. ദൈവം നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകും. ആ വലിയൊരു റിപ്പന്റൻസ്, ഇതൊരു റെപ്പറേഷന്റെ സമയമായി തീരട്ടെ. നമ്മളെന്ന് റിപ്പയർ ചെയ്യാനായിട്ട് ഒരു സമയമായി തീരട്ടെ എന്ന് വളരെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ സമയം വേദപുസ്തകം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ബന്ധു കുവൈറ്റിലുണ്ടായിരുന്ന ഒരു അലക്സ് തോമസ് അവരുകൾ, അദ്ദേഹം ഇവിടെ വന്ന് തന്നെ കണ്ട വേദപുസ്തകത്തിന് 3 ഭാഗമായിട്ട് തിരിച്ച് ഉൽപ്പത്തി മുതൽ യോബ് വരെയും, സങ്കീർത്തനങ്ങൾ മുതൽ മലാക്കി വരെയും, വിശുദ്ധ മത്തായി മുതൽ വെളിപ്പാട് വരെയും 3 ഭാഗമായിട്ട് തിരിച്ച് ഒരു ദിവസം ഒരു
വേദഭാവം വീതം വായിച്ചതിൽ താല്പര്യമുള്ള വാക്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അതൊരു പുസ്തകത്തിൽ ഒരു ബുക്കിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഹൃദയസ്ഥമാക്കാൻ സാധിക്കും. അങ്ങനെ അത് ദൈവവചനം നമ്മൾ പഠിക്കുവാൻ, ദൈവവചനത്തിന്റെ ശക്തി ലഭിക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളെ മനസ്സിലാക്കുവാനും നമ്മളൊന്നുമല്ല എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് ലോകത്തിൽ ഈ COVID-19 മഹാമാരി എല്ലാവർക്കും ഒരുപോലെ ഉള്ള ആ ഒരു ചിന്തയിൽ ഇപ്പോൾ വളരെ എല്ലാ കാര്യങ്ങളും എങ്ങനെയും ചെയ്യാമെന്ന് ഉള്ളത് സ്വാഭാവികമായി അത് എനിക്ക് നിങ്ങളോട് അർപ്പിക്കാനുള്ള കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഇത് വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവം ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ സഭകളെല്ലാം ഒന്നാണ്. ഇന്ന് എന്നെ ഒരു വലിയ സഭ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ ലീഡർ എന്നെ വിളിച്ച് പറഞ്ഞു, തിങ്കളാഴ്ച ഒരു സൂം മീറ്റിംഗില് ഒന്ന് പ്രവേശിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മെയിൻ ലൈൻ ചർച്ചിന്റെ ഒരു ബിഷപ്പ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ എന്നെ നിർബന്ധിക്കരുത്. ഇന്ത്യയിൽ മൊത്തമുള്ള സഭകളെല്ലാം കൂടെ ചേർന്നുള്ള ഒരു മൂവ്മെന്റാണ്. ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കർത്താവിന്റെ മണവാട്ടി സഭയെ ഒരുക്കുകയാണ്. ഈ COVID-19 എന്നുള്ളത് ഒരു ഈ സാഹചര്യത്തിൽ നമ്മളൊന്ന് ദൈവസന്നിധിയിൽ നിന്ന് താഴാൻ ഇതൊരു ഈവിൽ സ്പിരിറ്റ് ആണ്. ഇതിനെ അട്ടിച്ച് കളയാനായിട്ടുള്ള ദൈവശക്തി നമ്മൾക്ക് സംഭരിക്കണം, ദൈവിക ശക്തി സംഭരിക്കാൻ സാധിക്കും. ഈവിൽ സ്പിരിറ്റ് പണ്ട് കാലത്തുണ്ട്, ഈ കാലത്തുമുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒന്ന് ആട്ടിപ്പുറത്താക്കുവാനുള്ള ഒരു 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 ദൈവ അതുകൊണ്ട് ഞാൻ ില്ല നമ്മൾ ദൈവസന്നിധിയിൽ നിന്റെ ദയക്ക് തക്കോണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എന്റെ പാപം പോക്കണമേ, എന്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയണമേ. ആ ഒരു 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 അനുതാപത്തോടുകൂടിയുള്ള ഈ സങ്കീർത്തനത്തിൽ അവിടെ ഒരിക്കലും പുതിയ ഹൃദയം തരണേ, ഒരു ബ്രാൻഡ് ന്യൂ ഹാർട്ട്, ഒരു വലിയ സർജറി നടത്തണമെന്നാണ് പറയുന്നത്, പുതിയൊരു ഹൃദയം. അതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ കൂടുതൽ സമയങ്ങൾ കൂടുതൽ സമയം സ്ത്രീകള് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന അവർക്ക് അവരുടെ ഭർത്താക്കന്മാരോട്, അത് ഭർത്താക്കന്മാരോടും ഫ്രീ ആയിട്ട് സംസാരിക്കും. അതുകൊണ്ടാണല്ലോ അവര് സ്ത്രീകള് തന്നെയുള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷമാകുന്നു. ഈ 40 വർഷത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടും കൂടെ സമയം ചെലവഴിച്ച് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് ബഹുമാനമുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറഞ്ഞു, എല്ലാവരും വീട്ടിൽ സഹായിക്കണം, വീട്ടിൽ ചുമ്മാ ഇരിക്കരുത്. അതുകൊണ്ട് വീട്ടിൽ സഹായിക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം ഞാൻ വീട്ടിൽ സഹായിക്കാനായിട്ട് ശ്രമിക്കുക, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കൂടുതൽ ഒരു നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നവരും കഠിന അധ്വാനം ചെയ്യുന്നവരും അതിന് അധ്വാനം ചെയ്ത് നിങ്ങളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു ഡോക്ടറായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഒരു ഡോക്ടറുടെ റോളിൽ വന്നിട്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. ഞങ്ങളെ ആണുങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരു കുശവനായി, ഒരു കളിമണ്ണ് കൊണ്ട് കുശവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ സ്ത്രീയെ സൃഷ്ടിക്കാൻ വന്നപ്പോൾ ദൈവം ഒരു ഡോക്ടറായി വലിയൊരു സർജനായി. അപ്പോൾ ആ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു മഹത്വം, സ്ത്രീയെ സൃഷ്ടിച്ചത് തുണയായിട്ടാണ്. മൃഗങ്ങളെല്ലാം സൃഷ്ടിച്ചു, അതിനെല്ലാം ഇണയായിട്ട് സൃഷ്ടിച്ചു. എല്ലാത്തിനും പുരുഷൻ സ്ത്രീകളാണ് സൃഷ്ടിച്ചത്. ഇവിടെ തുണയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഇണയായിട്ടല്ല. അപ്പൊ പുരുഷന്റെ തുണയാണ്. എല്ലാ സ്ത്രീകളോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, എല്ലാ അമ്മമാരോടും ഓർപ്പിക്കാനുള്ളത്, അമ്മ എന്ന വാക്കിന് പകരം വെക്കാൻ വാക്കുകളില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ നല്ല നടപ്പ് കണ്ട് ഗുണം വരാത്ത ഭർത്താവ് വരെയാവുക. അവൾ അതിന് ആ ഒരു ഒത്തിരി കറക്റ്റ് ചെയ്യാൻ, നിങ്ങളൊരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടിരിക്കാൻ സാധിക്കണമെങ്കിൽ ആ ഒരു നിലവാരത്തിൽ നിൽക്കാൻ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും, കൂടുതൽ സമയം വേദപുസ്തകം വായിക്കാനും, കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും, ഈ പ്രത്യേക സാഹചര്യത്തിൽ കുടുംബ കൂട്ടായ്മയും ഒത്തിരി ബന്ധങ്ങൾ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, മറ്റേ ഇത് ഒത്തിരി സമയങ്ങൾ നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ബിജു നമ്മുടെ സുജ ഷാജി പേളിയ മാഡത്തെ കാണുന്നു, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ഒത്തിരി സമയം കളയുന്നത് ഞാൻ അവിടെ, എനിക്ക് ഫേസ്ബുക്കും ഇല്ല, വാട്സാപ്പും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പഴയ ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി ആളുകള് കാര്യങ്ങൾ തിരക്കി
മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ ഒരു ആഹ്വാനം അനുസരിച്ച് ഞാനത് 2 പ്രാവശ്യം തിരുമേനിയുടെ അച്ഛന്മാരോട് പറയുന്ന കേട്ട് ഞാൻ അങ്ങ് നിർത്തി നോക്കിയത് 2 പ്രാവശ്യം കേട്ട്. അപ്പോൾ അതെനിക്ക് ഒത്തിരി സമയം സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ഒക്കെ സാധിക്കട്ടെ. വീട്ടിലിരിക്കുമ്പോൾ നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തെ വിശേഷിച്ച് പണ്ടത്തെ നമ്മുടെ അമ്മമാരുടെ ആ രീതിയിലേക്ക്, ആ ശൈലിയിലേക്ക് വരാൻ, അതിലേക്ക് നമ്മൾ വരാൻ. അല്പം മുമ്പ് ഞാൻ ഞങ്ങളുടെ ഒരു സഭാ ശുശ്രൂഷകനോട് പറഞ്ഞു. കാരണം സഭാ ശുശ്രൂഷകർക്ക് ശമ്പളം കൊടുക്കാനും അതിനൊന്നും ജനങ്ങൾക്ക് ഇപ്പം ജനങ്ങൾക്ക് ബിഷപ്പ് ഇല്ലേലും അച്ഛനില്ലേലും ഉപദേശി ഇല്ലേലും അവർക്ക് അവരുടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു, ദൈവകൃപയിൽ അവരായിരിക്കുക. അവർക്ക് ഈ സിസ്റ്റം ഒന്നും ഇല്ലേലും ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ശുശ്രൂഷകരായിട്ടുള്ള ഞാൻ പറഞ്ഞു, ശുശ്രൂഷകർ നമ്മൾ പണ്ടത്തെ ഉപദേശിമാരെ പോലെ അവരുടെ ജീവിതം കണ്ട് അവരുടെ ജീവിത ശൈലി വളരെ ഭംഗിയായിട്ട് അവർ ജീവിക്കുമായിരുന്നു. അവർ പ്രാർത്ഥനയും പാട്ടും പ്രസംഗവും കൊണ്ട് അവർ നടക്കുന്നു, വല്ലതും കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു കാലമുണ്ട്. അതിലേക്കൊക്കെ മടങ്ങി വരാനായിട്ട് സാധിക്കണം. എത്ര നാൾ ഗൾഫിൽ നിൽക്കുമെന്ന് അറിയത്തില്ല, എത്ര നാൾ അമേരിക്ക നിൽക്കുമെന്ന് അറിയത്തില്ല, എത്ര നാൾ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിൽക്കുമെന്ന് അറിയത്തില്ല. ഇതിലൊന്നും ഭാരതത്തെ ആർക്കും ഒന്നുമായിട്ടുള്ള പറയാൻ നിർവചിക്കാൻ വയ്യ. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഇതിന്റെ കൂട്ടായ്മയിൽ ഒരു ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയാണ്. ദൈവരാജ്യം ഒരു മണവാട്ടി സഭ, അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു മണവാട്ടി സഭയെ രൂപീകരിച്ച മണവാളനാകുന്ന യേശുവിനെ മണവാട്ടിയ സഭ സ്വീകരിക്കുവാനായിട്ട് ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടേക്കാം, മാനസിക സംഘർഷങ്ങൾ കണ്ടേക്കാം, പലവിധ ഭാരങ്ങളും പ്രയാസങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഇതിനെല്ലാം ഉത്തരം തരുന്നത് കർത്താവിന്റെ ദൈവത്തിന്റെ വചനം നമുക്ക് ഉത്തരം തരുന്നു. ആ വചനത്തിലൂടെ നമുക്ക് ധൈര്യം പ്രാപിക്കുന്നു, ആരാധനയിലൂടെ ധൈര്യം പ്രാപിക്കുന്നു, ദൈവകൃപയിലൂടെ ധൈര്യം പ്രാപിക്കുന്നു. ആ ദൈവശക്തിയും ദൈവകൃപയും നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ വിരമിക്കുന്നതോടൊപ്പം ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഒരു നിമിഷം കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, KCCയുടെ ഗൾഫ് സോണിലുള്ള ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ അതിന്റെ സ്നേഹിതരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിന്റെ ചുമതലക്കാരും ചേർന്ന് പ്രവർത്തിക്കുന്നു. കർത്താവെ, പേലി മേഘത്തിന്റെ പ്രസംഗം ശ്രമിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് രൂപാന്തരം നൽകുന്നതായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ COVID-19 പോസ്റ്റ് COVID-19 കാലം കർത്താവെ ഒരു പുതിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും അറബ് രാഷ്ട്രങ്ങളിലുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ സംരക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. അവരവിടെ കഷ്ടപ്പെടുന്നവരാണല്ലോ ഞങ്ങളിവിടെ ഭാരതത്തിൽ കേരളത്തിൽ സുഖമായി ജീവിക്കുന്നത്. കർത്താവേ, നിന്റെ മക്കളുടെ കഷ്ടപ്പാടുകൾ നിന്റെ മക്കളെ സംരക്ഷിച്ചു കൊള്ളണമേ, കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഷ്ട തിന്മ ശക്തികളിൽ നിന്ന്, രോഗത്തിന്റെ പ്രതികൂലങ്ങളിൽ നിന്ന് നിന്റെ മക്കളെ വിടുവിച്ചു കൊള്ളണമെന്ന്. നിന്റെ മക്കൾ ജോലി ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ COVID-19 യാതൊരു പ്രയാസം അവരെ തുടരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികരെയും ശുശ്രൂഷകരെയും മറ്റ് വിവിധ തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ട് ഒരു നല്ല മെസ്സേജിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ട്, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കാട്ട്. പ്രകാശനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അടുത്തതായി ഫെലിസിറ്റേഷൻ അഡ്രസ് ബൈ അഡ്വക്കേറ്റ് പ്രകാശ് തോമസ്, KCC ജനറൽ സെക്രട്ടറി. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആദരണീയനായ പ്രസിഡന്റ് അഭിവന്ദനായ ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി, ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്ന എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ ശക്തമായ നേതൃത്വം മുൻപും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനിയായ പേളി ജോസ്, KCC ഗൾഫ് സോണിന്റെ ഭാരവാഹികളായ ബാബു കുര്യൻ സാർ, ഈ മീറ്റിംഗിന് നേതൃത്വം നൽകുന്ന പ്രിയമുള്ള ഷീജ ഷാജി, KCCയുടെ ഗൾഫ് സോണിന്റെ ആരംഭകാലം മുതൽ അതിന് ശക്തമായ നേതൃത്വം നൽകിയിരുന്ന പ്രിയമുള്ള ജോബിച്ചായൻ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള ഏവരുമേ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നിലയിൽ ക്രിസ്തു സാന്നിധ്യമായി നിലനിൽക്കുക എന്നതാണ് നമ്മെ കൊണ്ട് ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നാം ചിന്തിക്കും,
നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണം എന്ന് പറഞ്ഞ യേശുനാഥന്റെ വാക്കുകൾ പൂർണ്ണമായി നിറവേറ്റപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് എന്താ പ്രസക്തി എന്ന്? അവിടെയാണ് എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഒരുമിച്ചിരിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ കൂട്ടായ്മയിൽ വിവിധ സഭകളിൽ നിന്നുള്ളവർ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. ഇതിനെ KCCക്ക് കഴിയുന്നു എന്നത് തന്നെ KCCയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. 8 പതിറ്റാണ്ടുകൾ കേരള സമൂഹത്തിൽ എക്യുമിനിസത്തിന്റെ ശക്തമായ ദൂതുമായി നിലകൊണ്ട കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഗൾഫ് മേഖലയിലുള്ള മലയാളി ക്രിസ്ത്യൻസിന്റെ ഐക്യത്തിനായിട്ട് ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് വിദേശ മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ വളരെയധികമാണ്. ഇന്ന് കേരള സഭയ്ക്കുണ്ടായ എല്ലാ ഉയർച്ചയ്ക്കും ദൈവകൃപ നിമിത്തം നമ്മുടെ വിദേശ മലയാളികൾ, ഉപജീവനത്തിനായിട്ട് നാടും വീടും ഉപേക്ഷിച്ചു പോയവർ, അവരുടെ ഉപജീവന മാർഗം തേടിയതോടൊപ്പം അവരുടെ സഭയെയും കുടുംബത്തെയും ഒരുമിച്ച് സംരക്ഷിക്കുന്നതിന് ശ്രമിച്ചതിന്റെ ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ ചിന്തിക്കുന്നു, അഭിമന്യ തിരുമേനി ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഒരു സോണിന്റെ പ്രെയർ ഫെലോഷിപ്പിലെ പങ്കെടുക്കുന്നത്. അതിന് കാരണം അത്രമാത്രം പ്രാധാന്യം ഈ സോണിന് നൽകുന്നു എന്നുള്ളതാണ്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പുതുക്കിയ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ സോണുകളും അവിടെ തന്നെ ഡിസ്ട്രിക്ട് കൗൺസിൽസും 5 സോണെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഡിസ്ട്രിക്ട് കൗൺസിലും ഫോം ചെയ്യുകയും അവിടെ നിന്നുള്ള പ്രതിനിധികൾ നേരിട്ട് KCCയുടെ അസംബ്ലിയിലേക്കും എക്സിക്യൂട്ടീവിലേക്കും വരുന്ന രീതിയിൽ നമ്മുടെ സ്ട്രക്ചർ അമെൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലിയിലെ ആ അമെൻമെന്റ് നടന്നു. അതിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാല്, പ്രാദേശിക തലത്തിൽ എക്യുമിനിസം ഒരു നല്ല ആശയം എന്ന നിലയിൽ സജീവമായി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ അവർ KCCയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അവരുടെ ഇടപെടലുകൾ KCCയുടെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി KCC കൊണ്ടുവന്നത്. ഗൾഫ് റീജിയനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. തുടർന്നും മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. കേരളത്തിലെ വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യം ശക്തമാക്കുന്നതിന് നിങ്ങളുടേതായിട്ടുള്ള ബന്ധം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഗൾഫിൽ ഇപ്പോൾ നമുക്കറിയാം UAE-യിലാണ് ശക്തമായ ഒരു നേതൃത്വമുള്ളത്. അത് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും KCCയുടെ പ്രസൻസ് ഉണ്ടാകുന്നതിനും എല്ലായിടത്തും സോണുകളും ഡിസ്ട്രിക്ട് കൗൺസിലുകളും ഉണ്ടാകുന്നതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കേണ്ടത് ആവശ്യമാണ്. ദീർഘമായ ഒരു ആശംസയ്ക്ക് തയ്യാറാകുന്നില്ല, കാരണം ഇത് പ്രെയർ ഫെലോഷിപ്പ് ആണല്ലോ, മെസ്സേജിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് നമ്മുടെ ഒരുമിച്ചുള്ള മുൻപോട്ടുള്ള യാത്രയ്ക്ക് ശക്തമായ സന്ദേശമായിട്ട് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മകൾ തുടർന്നുള്ള നാളുകളിൽ വളരെ ഭംഗിയായി നടക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഒരു സോങ് ആണ്, ഒരു 2 മിനിറ്റത്തേന് ഒരു സോങ്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേളിമാമിന്റെ മെസ്സേജ് നമുക്ക് തുടർന്ന് കേൾക്കാം. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ തന്നെ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ തന്നെ ഞാനും.
കൃപയ്ക്കുണ്ടോ ശക്തി എന്നെ കൈക്കു പിടിച്ചു നട തീക്കൊണ്ടു പോകുന്നവൻ കൈക്കു പിടിച്ചു നട തീക്കൊണ്ടു പോകുന്നവൻ രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം ആവർത്താനെന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും ലോകത്തീര കമ്പം തീരുവോളവും തുമ്പും പിമ്പുമായവൻ അൻപോടെന്നെ നടത്തും തുമ്പും പിമ്പുമായവൻ അൻപോടെന്നെ നടത്തും വെക്കം തന്മഴവാട്ടി ആക്കിടുമെന്നെയെന്നും വാക്കൊണ്ടെനിക്കു തന്റെ നീക്കമില്ലതിനൊട്ടും വാക്കൊണ്ടെനിക്കു തന്റെ നീക്കമില്ലതിനൊട്ടും യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ അടുത്തത് നമ്മുടെ പേളിമാമിന്റെ നല്ലൊരു മെസ്സേജിന് വേണ്ടി നമ്മൾ എല്ലാവരും നോക്കിയിരിക്കുന്നു. താങ്ക് യു. തുടങ്ങാലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാനുണ്ടല്ലോ അല്ലേ? ഒഡിബിൾ അല്ലേ? കേൾക്കാം. അപ്പൊ ഞാൻ തുടങ്ങുകയാണ്. റെസ്പെക്ടഡ് ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ്, പ്രസിഡന്റ് ഓഫ് KCC ജനറൽ സെക്രട്ടറി മിസ്റ്റർ പ്രകാശ്, വിമൻ കമ്മീഷൻ ചെയർപേഴ്സൺ ഓഫ് ഗൾഫ് സോൺ മിസ് സുജ, വൈദിക ശ്രേഷ്ഠരെ, ബാബു കുര്യൻ സർ, all dignitaries who are online. നമുക്കറിയില്ല ആരോഗ്യമുള്ളതെന്ന്. ഫ്രണ്ട്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു നിമിഷം ഞാൻ ഒരു പ്രയറിനായിട്ട് എടുക്കുകയാണ്. സൈലന്റ് പ്രയർ ആണ്.
താങ്ക് യു സോ മച്ച്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പുസ്തകം വായിക്കാനിടയായി. റോബിൻ ശർമ്മ എന്നൊരു റൈറ്ററുടെ ഒരു പുസ്തകമാണ് ഞാൻ വായിക്കാനിടയായത്. പുസ്തകത്തിന്റെ പേര് ദ ലീഡർ ഹു ഹാസ് നോ ടൈറ്റിൽ. ഇവിടെ ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അധികാരമുള്ള ഒരു പദവിയാണ്. വെറുതെ ഒരു പദവിയല്ല, അതിനൊരു പവർ വേണം. ആ പവറിലുള്ള ടൈറ്റിലാണ്, പവറിലുള്ള ഒരു നേതാവിനെയാണ് ടൈറ്റിൽ ഉള്ള നേതാവ് എന്ന് പറയുന്നത്. ദ ലീഡർ ഹു ഹാസ് നോ ടൈറ്റിൽ. അർത്ഥം ഒരു അധികാരമോ പദവിയോ ആവശ്യമില്ലാത്ത നേതാവ്. നേതാവ് എന്ന് പറയുന്നത് ആക്ഷനാണ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ചർച്ച അല്ലെങ്കിൽ ഈ സംസാരം മുന്നോട്ട് പോകാൻ. നേതൃത്വം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആക്ഷൻ, നോട്ട് എ പൊസിഷൻ. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി, നോട്ട് എ പവർ. അപ്പൊ ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനി ഫർദർ ആയിട്ട് പോകുന്നത്. ഈ റോബിൻ ശർമ്മയുടെ പുസ്തകത്തിലെ റോബിൻ ശർമ്മ 4 തരത്തിലുള്ള നേതൃത്വ ശൈലി അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയാണ് പറയുന്നത്. നേതൃത്വം എന്ന് പറയുന്നത് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുക, അതിന് മുന്നിട്ടിറങ്ങുക, അതിനാണല്ലോ നേതൃത്വം എന്ന് പറയുന്നത്. ആ 4 ശൈലി ഏതൊക്കെയാണെന്ന് ഞാൻ പറയുകയാണ്. ആദ്യം തന്നെ ആദ്യത്തെ ശൈലിയാണ് നീഡ് നോ ടൈറ്റിൽ ടു ബി എ ലീഡർ. ഒരു പദവിയോ ഒരു അധികാരമോ ഒന്നും വേണ്ട, ഞാൻ പ്രവർത്തന സജ്ജമാണ്. ആവശ്യമനുസരിച്ച് അപ്പോഴത്തെ നീഡ് എന്താണ്, റിക്വയർമെന്റ് എന്താണ്, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തന സജ്ജമാണ്. നമുക്ക് സോഷ്യൽ ലീഡേഴ്സ് അതിന് ധാരാളം ഉദാഹരണം ഉണ്ട്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ ലീഡേഴ്സിനെ ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ഗാന്ധിജി, നെൽസൺ മണ്ടേല, ഓപ്ര വിൻഫ്രി. അവരൊരു ആങ്കറാണ്, വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു ലേഡിയാണ്. ഇത്രയും പേര് ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു ഐഡിയ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? രണ്ടാമത്തെ ശൈലിയാണ് ടർബുലൻസസ് മേക്ക് യു എ ലീഡർ. അതായത് പ്രക്ഷുബ്ധ സാഹചര്യത്തിലെ പെട്ടെന്ന് നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തന നിരതനാകുന്ന ലീഡർ, ഒരു നേതാവ്. ഒരു പ്രതിസന്ധി വരുമ്പോ പ്രവർത്തനത്തിന് ഇറങ്ങി വരുന്ന, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന നേതാവ്. നമുക്ക് ഉദാഹരണം നമുക്കറിയാം, ഈ കരിപ്പൂരുണ്ടായിരുന്ന പ്ലെയിൻ ക്രാഷില് അവിടെ കുറച്ച് മാത്രം ഈ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫ്ലൈറ്റ് ക്രാഷ് ആയി എന്ന് കണ്ടപ്പോ അതിന്റെ തൊട്ട് അയൽവക്കത്തുള്ള അടുത്തൊക്കെയുള്ള ആളുകള് മതിൽ ചാടിയും ഗേറ്റ് ഇടിച്ച് തള്ളി സെക്യൂരിറ്റിയെ കൊണ്ട് തുറപ്പിച്ചും കേറി വന്നിട്ട് ഫ്ലൈറ്റിലുള്ള ഓരോരുത്തരെയും എടുത്തിട്ട്, ചിലരൊക്കെ കാപ്പഴേക്കും കാർ എടുത്ത് വന്ന് ഓരോരുത്തരും എടുത്ത് ഹോസ്പിറ്റലിലാക്കുന്ന വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഇവര് ഇത്തരത്തിൽപ്പെട്ട ലീഡേഴ്സാണ്. അതുപോലെ തന്നെ പ്രളയം വന്നപ്പോ നമ്മുടെ ഫിഷർമാൻ അവര് പേഴ്സണലായിട്ട് അവരുടെ വഞ്ചിയും ഒക്കെ എടുത്തിട്ട് അവർ സഹായിച്ച് ഓരോരുത്തരെയും അവർ രക്ഷിച്ചെടുത്ത കഥ. ഇതൊക്കെ ഈ ടർബുലൻസസ് വരുമ്പോ ലീഡർഷിപ്പിലേക്ക് വരുന്ന പെട്ടെന്നുണ്ടാവുന്ന നേതാക്കന്മാരാണ്. പെട്ടെന്ന് നേതൃത്വം ഏറ്റെടുക്കുകയും പ്രവർത്തന നിരതമാവുകയും ചെയ്യുന്ന കുറച്ച് നേതാക്കന്മാരുടെ ഒരു കൂട്ടത്തിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടാമത്തെ ശൈലിയാണ്. ഇനി മൂന്നാമത്തെ ശൈലിയിലേക്ക് വരികയാണ്. ഡീപ്പർ റിലേഷൻസ് വിത്ത് പീപ്പിൾ മേക്ക് യു എ ഗ്രേറ്റ് ലീഡർ. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയാണ്. നല്ല വ്യക്തിബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ചിലർക്ക് നല്ല കഴിവാണ് മറ്റുള്ളവരുമായിട്ട് നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാനും അത് സൂക്ഷിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നില്ല. അങ്ങനെ കഴിവുള്ളത് കൊണ്ട് മാത്രം പ്രവർത്തന നിരതമായ അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് വന്ന കുറെ പേര് ഉണ്ട്. ആ ശൈലിയാണ് മൂന്നാമത്തെ ശൈലിയായിട്ട് പറയുന്നത്. ഉദാഹരണം നമുക്ക് രത്തൻ ടാറ്റ എന്ന് പറയുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ CEO ആയിട്ടുള്ള ആള്, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. ഡീപ്പർ എല്ലാ സ്റ്റാഫുമായിട്ടും ഹാൻഡ്സ് ഫ്രീ ആണ് അയാളുടെ ഭരണം മുഴുവൻ, ആരെ നിർബന്ധിക്കില്ല ഒന്നിനും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് രത്തൻ ടാറ്റ. അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ മഹേന്ദ്ര സിംഗ് ധോണി പറയുന്നു, അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കിയത് തന്നെ മറ്റ് കളിക്കാരും മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിക്കാൻ കഴിവുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ക്യാപ്റ്റൻസിയിലേക്ക് ഉയർന്നു വരുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം സ്വയം പ്രവർത്തന നിരതനായി, അദ്ദേഹം ഒരു ലീഡറായി മാറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെയാണ് അവർക്ക് ഈ ടൈറ്റില് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബരാക് ഒബാമ, ഇവരൊക്കെ ഈ ഡീപ്പർ റിലേഷൻസ് കീപ്പ് ചെയ്തിട്ട് നേതൃത്വ നിരയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഇനി നാലാമത്തെ ശൈലിക്ക്, റോബിൻ ശർമ്മയുടെ ശൈലികളാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ ഇത് വളരെ ചില കാര്യങ്ങളിലൊക്കെ വളരെ പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ പുസ്തകം
കോട്ട് ചെയ്യുന്നത്. ടു ബി എ ഗ്രേറ്റ് ലീഡർ യു നീഡ് ടു ബി എ നൈസ് പേഴ്സൺ. ചിലരെ പ്രവർത്തന നിരതമാകുന്നത് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നത് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മാത്രം. നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം ഓരോരുത്തർ ഒരു ഹെൽപ്പ് ചോദിക്കും, അപ്പൊ അത് ചെയ്തു കൊടുക്കാനുള്ള മനസ്ഥിതി. ഈ നൈസ് പേഴ്സൺ അല്ലെങ്കിൽ നല്ല വ്യക്തികൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഉദാഹരണം ആദ്യം പറയാം. മദർ തെരേസ, ജീസസ് ക്രൈസ്റ്റ്, ഓഫ് കോഴ്സ് ഈ എല്ലാ നേതൃത്വ ശൈലിയിലും മുന്നിൽ നിൽക്കുന്ന ആളാണ്. നമ്മളത് പറയേണ്ട കാര്യമല്ലേ, നമുക്കറിയാം. അതുപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിൽ, അബ്രഹാം ലിങ്കൺ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നമുക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് മാത്രം നേതൃത്വ നിരയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഈ നല്ല വ്യക്തിക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ട്രസ്റ്റ് വർത്തിനെസ്, വിശ്വസ്തത, ഓണസ്റ്റി, ഹ്യൂമിലിറ്റി, വിനയം, ദെൻ കെയറിങ് ആറ്റിറ്റ്യൂഡ്, ദെൻ കമ്പാഷൻ, ദയാദാക്ഷിണ്യം, ജനറോസിറ്റി, ഉദാര മനസ്സ്, കൺസിസ്റ്റൻസി, സ്ഥിരത. ഇന്നലെ പറയുന്നതിന് ഇന്നും പറയുന്നത് പോലെ പ്രവർത്തിക്കുക. ഇതിനാണ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയുന്നത്. ഇങ്ങനെ 4 തരത്തിലാണ് ടൈറ്റിൽ വേണ്ടാത്ത, ഒരു പദവിയും ഒരു അധികാരവും വേണ്ടാത്ത ലീഡർഷിപ്പ് ഉയർന്നു വരുന്നത്. ഇങ്ങനെ 4 രീതിയിലാണ് ഉയർന്നു വരുന്നത് എന്നാണ് റോബിൻ ശർമ്മ പറയുന്നത്. നമ്മൾ ഇനി ബൈബിളിലേക്ക് വരികയാണ്. ഈ ബൈബിളിലെ ടൈറ്റിൽ വേണ്ടാത്ത ഒരുപാട് ലീഡേഴ്സ് ബൈബിളിൽ നമുക്ക് ഉടനീളം കാണാം. പുരുഷ ലീഡേഴ്സിനെ ധാരാളമായിട്ട് കാണാം. അത് മോസസ്, ഡാനിയേല്, ഡേവിഡ്, അങ്ങനെയൊക്കെ കുറെ പേര് നമുക്ക് അതിലുണ്ട്. നമ്മൾ ഇന്ന് അവരെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഞാൻ അവരെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ 4 ശൈലികളും അവർക്കൊക്കെ ഇണങ്ങും എന്നും പറയാൻ പറ്റില്ല. അതിലെ ചില ശൈലികളൊക്കെ ഈ നേരത്തെ പറഞ്ഞവർക്കൊക്കെ ഇണങ്ങും. ഈ 4 ശൈലികളും പിന്നീട് സ്വായത്തമാക്കി ഒരു ഗ്രൂപ്പിനെ, ഒരു വംശത്തെ മുഴുവൻ വംശഹത്യയിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഒരു നേതൃത്വത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അവരുടെ പേരാണ് എസ്തർ. ഇത്രയും വലിയൊരു ടാസ്ക് മറ്റൊരു ലേഡിയും ബൈബിളിൽ എടുത്തിട്ടില്ല. ഒരു വംശഹത്യ നടക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സമയത്ത് ആ ഇടപെട്ട് പ്രവർത്തന നിരതമായി ആ വംശത്തെ മുഴുവൻ രക്ഷിച്ചെടുത്ത ഒരു കഥയാണ് എസ്തറിനെ പറയാനുള്ളത്. അങ്ങനെ എസ്തർ ചരിത്രത്തിന്റെ ഭാഗമായി രണ്ട് പുസ്തകങ്ങളെ സ്ത്രീകളുടെ പേരില് ബൈബിളിലുള്ളൂ. ഒന്ന് എസ്തറും ഒന്ന് രൂത്തുമാണ്. രൂത്ത് എന്ന് പറഞ്ഞാല് എസ്തറിന്റെ പോലെ ഇത്രയും വലിയൊരു ടാസ്ക് എടുക്കേണ്ടി വന്നിട്ടില്ല രൂത്തിനെ. അതുകൊണ്ട് തന്നെ എസ്തർ ചരിത്രം രചിച്ച ഒരു വ്യക്തിയാണ് ബൈബിളിലെ. ആരായിരുന്നു ഈ എസ്തർ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. അച്ഛനില്ല, അമ്മയില്ല, ഉറ്റയിലില്ല, ഉടയവരില്ല. ആകെയുള്ളത് ഒരു അമ്മാവനാണ്. മൊർദെഖായി എന്നു പേരുള്ള ഒരു അമ്മാവനാണ്. ഈ അമ്മാവന് അഹസ്വേരോസ് രാജാവിന്റെ ഈ കൊട്ടാരത്തില് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഈ അമ്മാവനാണ് ഈ എസ്തറിനെ നോക്കിയിരുന്നത്. അപ്പൊ അമ്മാവിന്റെ കീഴിൽ വളർന്ന എസ്തർ ഒരു യഹൂദ സ്ത്രീയാണ്. ഒരു യഹൂദ പെൺകുട്ടിയാണ്. പക്ഷെ അമ്മാവൻ പറഞ്ഞു, യഹൂദ സ്ത്രീയാണ് അല്ലെങ്കിൽ യഹൂദ പെൺകുട്ടിയാണെന്നുള്ളത് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ആ നാഷണാലിറ്റി മറച്ചു വെക്കേണ്ടി വരികയാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അവരൊരു അനാഥയാണ്. ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒരു നാഷണാലിറ്റി ഇല്ല, ഒരു ഐഡന്റിറ്റി ഇല്ല, പിന്നെ ഒരു ഹൈ പ്രൊഫൈൽ ഇല്ല. അങ്ങനെ നമ്മളിപ്പോ ലീഡർഷിപ്പിന് വേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗുണങ്ങളും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. രാജകൊട്ടാരത്തിലെ ജോലിക്കാരനായ അമ്മാവൻ മൊർദെഖായിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം അവർ ഒരു രാജ്ഞി, അഹസ്വേരോസ് രാജാവിന്റെ രാജ്ഞിയായി തീർന്നു. ഈ രാജ്ഞി എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു ടൈറ്റിലാന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് ബൈബിൾ വായിക്കുന്നവർക്കൊക്കെ അറിയാം. ഒരു സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വീട്ടമ്മയുടെ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു ഒരു രാജ്ഞിയാണ് ഈ അഹസ്വേരോസ് രാജാവിന്റെ രാജ്ഞി എന്ന് പറയുന്നത്. ആ രാജ്ഞി പദം, ആ ടൈറ്റിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു അധികാരമില്ലാത്ത ഒരു ടൈറ്റിലാണ് ആ ശൂഷൻ രാജധാനിയിലെ രാജ്ഞി എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണവും പറയാം. അഹസ്വേരോസ് രാജാവിന്റെ ശരിയായിട്ടുള്ള രാജ്ഞി വസ്തി എന്ന് പേരുള്ള ഒരു സ്ത്രീയായിരുന്നു. വസ്തി രാജ്ഞിയായിരുന്നു. ഒരു ദിവസം രാജാവ് പ്രഭുക്കന്മാരും ഒക്കെ ആയിട്ട് വീഞ്ഞു കുടിച്ച് മത്തരായിട്ട് ഇരിക്കുമ്പോ വസ്തി രാജ്ഞിയോട് വന്ന് തല കാണിക്കാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. അങ്ങനെ ആജ്ഞാപിച്ചപ്പോ വസ്തി രാജ്ഞിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വസ്തി രാജ്ഞി പറഞ്ഞു, ഞാനിപ്പോ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് വസ്തി രാജ്ഞി പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു.
അപ്പൊ അവിടുത്തെ രാജ്ഞി പദവിയുടെ സ്വാതന്ത്ര്യവും അധികാരവും എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആ സ്ഥാനത്തേക്കാണ് ഏതാനും പെൺകുട്ടികളിൽ നിന്ന് നമ്മുടെ എസ്തർ തിരഞ്ഞെടുക്കപ്പെട്ടത്. എസ്തർ രാജ്ഞിയായി, അതായത് അധികാരമുള്ള ഒരു പദവിയല്ല, ആ രാജകൊട്ടാരത്തിലെ രാജാവിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ പോലെ ഉള്ള മാത്രമുള്ള ഒരു പെൺകുട്ടി, ഒരു പാവം പെൺകുട്ടി, ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പെൺകുട്ടി. ഒരു ലീഡർഷിപ്പിന് വേണ്ട ഒരു ക്വാളിറ്റീസും ഇല്ല താനും, അധികാരവും ഇല്ല, അതിനുള്ള ക്വാളിറ്റീസും ഇല്ല പുള്ളിക്ക്. ധൈര്യം എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിന് ഒത്തിരി മുന്നോട്ട് ഇറങ്ങുന്നവർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. അത് ഒട്ടുമില്ല. അതിന് ഉള്ള ഒരു തെളിവാണ് യഹൂദരെ മുഴുവൻ ഹാമാൻ എന്ന് പറയുന്ന രാജകൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള, വലിയ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആള് ദുഷ്ടലാക്കോടുകൂടി രാജാവിന്റെ മുദ്രമോതിരം മേടിച്ച് ഒരു നിബന്ധന എഴുതി അതിൽ മുദ്ര വെച്ചിട്ട് ആ നാട്ടിലെ യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചപ്പോ എസ്തർ പറഞ്ഞിട്ടില്ല ഞാനൊരു യഹൂദ സ്ത്രീയാണെന്ന്. പക്ഷെ ആ നാട്ടിലെ യഹൂദ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ, വംശഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിബന്ധന എഴുതി വാങ്ങി ഹാമാൻ അത് നടപ്പിലാക്കും എന്ന് കണ്ടപ്പോൾ മൊർദെഖായി എന്ന് പറയുന്ന അമ്മാവൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അത് എസ്തറിനെ ആളയച്ച് പറഞ്ഞു ആ ദൂത് ആളയച്ച് എസ്തറിന്റെ കയ്യിൽ എത്തിച്ചു. അതായത് യഹൂദരെ മുഴുവൻ കൊന്നൊടുക്കാൻ പോവാണ്, നീ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സമയമാണിത്. യാതൊരു ധൈര്യമോ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത എസ്തർ എന്താ പറയാ എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. എസ്തർ പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിലെ 10ഉം 11ഉം വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആ എസ്തർ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ, ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഞാൻ അതിന്റെ ഒരു സമ്മറി മാത്രമാണ് പറയണത്. ചുരുക്കത്തില് എസ്തർ പറഞ്ഞത്, രാജാവിന്റെ മുന്നിലേക്ക് വിളിക്കപ്പെടാതെ ചെല്ലുന്നവരാരും, അത് പുരുഷനായാലും സ്ത്രീ ആയാലും രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. വിളിക്കപ്പെടാതെ മുന്നിലേക്ക് ചെല്ലാൻ ഞങ്ങൾക്ക് ആർക്കും അധികാരമില്ല. കഴിഞ്ഞ 30 ദിവസത്തിനകത്ത് രാജാവ് എന്നെ ഒരിക്കൽ പോലും വിളിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ചെന്നിട്ട് ഈ രാജാവ് മുദ്ര വെച്ച ഒരു നിബന്ധന മാറ്റുക എന്നാണ് എസ്തർ ചോദിച്ചത്. എസ്തറിന് യാതൊരു ധൈര്യവും ഇല്ല എന്നുള്ളത് ഈ വാക്കുകളിലെ നമുക്ക് പ്രകടമാണ്. മറ്റൊരു ഏതൊരു വ്യക്തിയായാലും ഇത്തരം ഒരു സാഹചര്യത്തില് വധശിക്ഷയ്ക്ക് വിധിക്കും എന്ന് പോലും ഉള്ള ഒരു സാഹചര്യത്തിൽ ധൈര്യപ്പെടുകയില്ല എന്നുള്ളതും ഒരു സത്യമാണ്. എസ്തർ ആണെങ്കിൽ ഇത്ര വീക്കായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയുമാണ്. ധൈര്യമില്ലായ്മ, മുൻകൈ എടുക്കാനുള്ള ഇനീഷ്യേഷൻ കഴിവില്ലായ്മ, റിസ്ക് എടുക്കാനുള്ള കഴിവില്ലായ്മ, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ, സാധാരണ ഒരു ലീഡർഷിപ്പിന് വേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതൊന്നും നമ്മുടെ കഥാപാത്രമായ എസ്തറിന് ഇല്ല. ഇങ്ങനെ പറഞ്ഞപ്പോ എസ്തർ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആൻസർ ആണ് തിരിച്ചു കൊടുത്തത്. അപ്പൊ മൊർദെഖായി എന്ന് പറയുന്ന അമ്മാവൻ എസ്തറിന് വീണ്ടും പറഞ്ഞയച്ചു, ഒരു ദൂത് കൊടുത്തയച്ചു, നീ അവിടെ സുരക്ഷിതാണെന്നൊന്നും കരുതണ്ട, ചിലപ്പോ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ കുറെ പേരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വരും. പക്ഷെ രാജകൊട്ടാരത്തിലെ നീ ഒരു യഹൂദ സ്ത്രീയാണെന്ന് അറിയുന്ന നിമിഷം നീ ആദ്യം വധിക്കപ്പെടും, നീ മറക്കണ്ട. എല്ലാം കൂടെ പറഞ്ഞപ്പോ അത്രയും വലിയ പ്രതിസന്ധി വന്നപ്പോ എസ്തറിനെ ഈ ഒന്നാമത് യഹൂദ വംശത്തെ മുഴുവൻ നശിപ്പിക്കും. പിന്നെ രാജകൊട്ടാരത്തെ മൊർദെഖായി എന്ന് പറയുന്ന അമ്മാവൻ എടുത്തു വെളുത്ത അമ്മാവനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആയിരുന്നു എസ്തറിനുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ അമ്മാവന്റെ വാക്കുകൾ അല്ലെങ്കിൽ മൊർദെഖായിയുടെ വാക്കുകൾ കേൾക്കേണ്ടത് എന്ന് എസ്തറിന് യാതൊരു എത്തും പിടിയും ഇല്ല. അപ്പൊ എസ്തർ ഒരു കാര്യം പറഞ്ഞയച്ചു മൊർദെഖായിയോട്, നാട്ടിലെ എല്ലാ യഹൂദന്മാരോടും 3 ദിവസം ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥനാ നിരതരായിരിക്കാൻ. ഞാനും എൻ്റെ തോഴിമാരും കൊട്ടാരത്തിലും ഇതുപോലെ 3 ദിവസം ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഇതിലൊരു നമുക്കൊരു നീക്കുപോക്ക് ഉണ്ടാവണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു ബോധ്യം, ഒരു ഇനീഷ്യേഷനുള്ള ഒരു കഴിവുണ്ടാവണം, ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു കഴിവുണ്ടാവണം, ഒരു കറേജ് ഉണ്ടാവണം. രാജാവിന്റെ മുന്നിലേക്ക് കയറി ചെല്ലണം, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലെ അവൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അവളൊരു വ്യത്യസ്തമായ ഒരു വ്യക്തിയായിട്ട് തീർന്നു. അവള് മനസ്സിൽ വിചാരിച്ചു, ഞാൻ വധിക്കപ്പെടണമെങ്കിൽ വധിക്കപ്പെട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് ഒരു പദവിയും ഇല്ലാത്ത നേതൃത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആക്ഷൻ അവിടുന്ന് തൊട്ട് ഏറ്റെടുക്കുകയാണ്. ലീഡർഷിപ്പ് ഈസ് നോട്ട് പവർ, ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് നോട്ട് പൊസിഷൻ, ഇറ്റ് ഈസ് an action.
ഞാൻ നേരത്തെ പറഞ്ഞ റോബിൻ ശർമ്മയുടെ 4 നേതൃത്വ ശൈലിയിലേക്ക് ഞാൻ വീണ്ടും വരികയാണ് എസ്തറിനെയും കൊണ്ട്. എസ്തറിനെയും കൂട്ടിയിട്ടാണ് ഇപ്രാവശ്യം വരുന്നത്. അവസാനത്തെ ശൈലി തൊട്ടാണ് ഞാൻ തുടങ്ങുന്നത്. 4ാമത്തെ ശൈലിയാണ്. ടു ബി എ ഗ്രേറ്റ് ലീഡർ യു നീഡ് ടു ബി എ നൈസ് പേഴ്സൺ. എസ്തറിനെ കുറിച്ച് നമുക്കറിയാം. ആദ്യത്തെ കണ്ട മാത്രയിൽ തന്നെ എസ്തറിനെ രാജകൊട്ടാരത്തിലെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, രാജാവിന് ഇഷ്ടപ്പെട്ടു. രാജകൊട്ടാരത്തിലെ സ്ത്രീകളെ സൂക്ഷിപ്പുകാരനായ ഹേഗായി എന്ന് പറയുന്ന ഒരു ഷണ്ടനുണ്ട്. അതായത് രാജകൊട്ടാരത്തിലെ ജോലിക്കാരായിട്ട് നിർത്തുക ഒക്കെ ഷണ്ടന്മാരാണ്. ഷണ്ടന്മാരെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിനെയാണ്. അങ്ങനെയുള്ള ഷണ്ടന്മാരുടെ ഇടയില് ഇവളെ സൂക്ഷിക്കുന്ന ഈ ഹെഗായി എന്ന് പറയുന്ന, സ്ത്രീകളെ സൂക്ഷിക്കുന്ന ഹെഗായി എന്ന് പറയുന്ന ഷണ്ടന് ഇവളോട് പ്രത്യേക മമത തോന്നിയിട്ട് ഇവൾക്ക് പ്രത്യേക അന്തഃപുരവും ഒക്കെ കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ നല്ല പെരുമാറ്റവും ഒരു നൈസ് പേഴ്സൺ ആയിരുന്നു. മൊർദെഖായി പറയുന്നത് മുഴുവൻ കേൾക്കുന്ന, ഒരു വിനയഭാവമുള്ള, അങ്ങനെ എല്ലാ നല്ല ക്വാളിറ്റീസും ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലേഡി ആയിരുന്നു നമ്മുടെ എസ്തർ. അതുകൊണ്ട് തന്നെ ഈ നല്ല വ്യക്തിയിലൂടെ നേതാവാകുന്ന ആ പ്രവർത്തന ശൈലി എസ്തറിന് നല്ലപോലെ ഇണങ്ങും. കെയറിങ് ആറ്റിറ്റ്യൂഡ്, വളർത്തിയ അമ്മാവനോടുള്ള റെസ്പെക്ട്, സൂക്ഷിപ്പുകാരനായ ഹേഗായി, അതുപോലെ തന്നെ ബാക്കിയുള്ള കൊട്ടാരത്തിലെ ജോലിക്കാരെ അവരോടൊക്കെയുള്ള മമത, അങ്ങനെയുള്ള എല്ലാ നല്ല ശീലങ്ങളും അവൾക്കുണ്ടായിരുന്നു. രാജാവിനെയും അവൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തിരുന്നു. അത് പിന്നത്തെ ആ ബൈബിൾ വായിക്കുമ്പോൾ അതിൽ ഓരോ ഭാഗങ്ങളും വായിക്കും. ചെറിയൊരു പുസ്തകമാണ് എസ്തർ. വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അവളെ എങ്ങനെയാണ് എല്ലാവരും റെസ്പെക്ട് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോയതെന്ന്. അങ്ങനെ അവൾക്ക് അതൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു കാരണമായി ഭവിച്ചത് അവൾ നൈസ് പേഴ്സൺ ആയതാണ്. അങ്ങനെ നല്ല മനസ്സ് ഉള്ളത് കൊണ്ട് മാത്രം ജനമനസ്സിലേക്ക് ഇറങ്ങിയ ഒരു സ്ത്രീനെ ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. നമ്മുടെ ഈ കോവിഡ് സമയത്ത് ഒരു പുറത്തുനിന്ന് വന്ന് UAE വന്നതാണോ കുവൈറ്റ്, എനിക്ക് സ്ഥലം ഓർമ്മയില്ല, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ 9 മാസം പ്രായമായ ഒരു കുട്ടി, ഇവര് 2 പേരും കോവിഡ് പോസിറ്റീവാണ്. ഈ കുട്ടിയെ ഇവരുടെ അടുത്ത് ആക്കാൻ പറ്റില്ല. ഈ കുട്ടി ആര് നോക്കും? ഒരു സ്ത്രീ, 2 or 3 കുട്ടികളുടെ ഒരു സ്ത്രീയാണ്. അവരൊരു ഡോക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പേരും ഓർമ്മയില്ല. അവര് ഈ 28 ദിവസം ഈ കുട്ടിയെ നോക്കി അത് തിരിച്ചു കൊടുക്കുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ ചാനൽസിൽ കണ്ടപ്പോ നമുക്ക് തോന്നി, ഇതല്ലേ നേതൃത്വ ശൈലി എന്ന് പറയുന്നത്. ഒരു ടൈറ്റിലും വേണ്ട, ഒരു ഉപകാരവും തിരിച്ചു വേണ്ട, ശരിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ഇത് തന്നെയാണ് നേതൃത്വ ശൈലി. അങ്ങനെയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മള് ആ വലിയ പേരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ പേരുകളോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള നെയിംസ് ഒന്നും നമ്മൾ ഓർക്കുന്നില്ല എന്ന് മാത്രം. ഇനി ഞാൻ 3ാമത്തെ ശൈലിയിലേക്ക് വരികയാണ്. ഡീപ്പർ റിലേഷൻസ് മേക്ക് യു എ ലീഡർ. ലീഡർ എന്ന് പറയുന്നത് പ്രവർത്തന നിരതമായ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുഴുവൻ സംസാരിക്കുന്നത്. ലീഡർ എന്ന് പറഞ്ഞാൽ വലിയ പദവിയല്ല, അത് പ്രവർത്തനമാണ്, അതൊരു പൊസിഷനല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ കാണേണ്ടത്. യഥാർത്ഥത്തിൽ അതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ വലിയൊരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരാള് ലീഡർ എന്നാണ്. അങ്ങനെയല്ല ലീഡർ എന്നുള്ളതിന്റെ അർത്ഥം. ഈ 3ാമത്തെ ശൈലിയായ ഡീപ്പർ റിലേഷൻസ് മേക്ക് യു എ ലീഡർ. എസ്തർ ആർക്കൊക്കെയാണ്? ദൈവത്തിനോട് നല്ല ബന്ധം സൂക്ഷിച്ചു. ദെൻ അമ്മാവനായ മൊർദെഖായിയോട് നല്ല ബന്ധം സൂക്ഷിച്ചു. രാജാവിനോട്, രാജകൊട്ടാരത്തിലെ എല്ലാ സ്റ്റാഫിനോട്, സ്വന്തം ജനമായ യഹൂദരോടൊക്കെ നല്ല വിശ്വസ്തത പുലർത്തിയ ഒരു വനിതയായിരുന്നു എസ്തർ. അതുകൊണ്ട് തന്നെ അവള് ഒരു നല്ല നേതാവായിട്ട്, പ്രവർത്തന സജ്ജമായിട്ട് ഉയർന്നു വന്നു. ഇനി 2ാമത്തെ ശൈലി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലീഡറായിട്ട് ഉയരുന്ന ഒരു രീതി. അതായത് നമ്മൾ പറഞ്ഞു ടെർബുലൻസസ് മേക്ക് യു എ ലീഡർ. എല്ലാവരെയും കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന ഓർഡർ രാജാവിന്റെ മുദ്രമോതിരം വാങ്ങി ഹാമാൻ നിബന്ധനയാക്കിയ ഏറ്റവും ദുർഘടം പിടിച്ച നിമിഷങ്ങളാണ് അവളുടെ മുന്നിൽ. ഒന്നുമില്ലാത്ത അവളും ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കുറെ അവസരങ്ങളും, ഈ രണ്ടും കൂടിയിട്ട് എങ്ങനെ യോജിപ്പിക്കും എന്നുള്ളത് അവള് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ട്രാൻസ്ഫോർമേഷനിലൂടെ ആ കഴിവ് നേടാനിടയായി. അവളുടെ ഉള്ളിൽ നിന്ന് അവളൊരു ധൈര്യം വീണ്ടെടുത്തു. അത് റിക്വയർമെന്റ് ആണ്, നീഡാണ്, മസ്റ്റ് ആണ്. അവള് പ്രവർത്തിക്കണം, നോ അതർ വേ. ഇനി നമ്മള് 1ാമത്തെ ശൈലിയിലേക്ക് വരികയാണ്. ദ ലീഡർ ഹു നീഡ്സ് നോ ടൈറ്റിൽ. അതായത് ഒന്നും, ചിലപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവില്ല, ഒന്നുമില്ലെങ്കിലും ഞാൻ എന്നും പ്രവർത്തന സജ്ജമാണ്, എനിക്കൊരു പദവിയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ. എന്തൊക്കെയാണ് അധികാരമില്ലാത്ത ഈ
എസ്തർ ഈ ലീഡർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ 4ാമത്തെ ശൈലിയിലേക്ക് വന്നു. അത് ആദ്യത്തെ ശൈലിയാണ് റോബിൻ ശർമ്മയുടെ പുസ്തകത്തിൽ. ഞാനിത് 4ാമതാണ് പറഞ്ഞതെന്ന് മാത്രം. ഒരു പദവിയും എനിക്ക് ആവശ്യമില്ല, ഞാൻ പ്രവർത്തന നിരതമാവും എന്ന് അവൾ ആ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയ ആ നിമിഷം മുതൽ തീരുമാനിച്ചതാണ്. എന്തൊക്കെയാണ് എസ്തറിനെ ഒരു കഴിവുമില്ലാത്ത, ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത, ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത, ഒരു പവറും ഇല്ലാത്ത, ഇപ്പോഴും പവറൊന്നുമില്ല, രാജ്ഞി എന്നുള്ള പദവി എപ്പോഴും നമുക്ക് പുറത്താക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്ന വെറും ഒരു സാധാരണ സ്ത്രീയേക്കാൾ സ്വാതന്ത്ര്യവും അധികാരവും കുറഞ്ഞ ഒരു പദവി, രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് മാത്രം. ഇനി എന്തൊക്കെയാണ് എസ്തർ ചെയ്തതെന്ന് നോക്കാം നമുക്ക്. എനിക്ക് ഒരു പദവിയും വേണ്ട, ഞാൻ പ്രവർത്തന സജ്ജമാണ് എന്ന് പറയുന്ന ലീഡർഷിപ്പിനെ ഉതകുന്ന രീതിയിൽ എസ്തർ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 1, ധൈര്യമായി രാജസന്നിധിയിൽ ചെന്നു. രാജസന്നിധിയിൽ ചെല്ലണമെങ്കിൽ രാജാവ് ചെങ്കോൽ നീട്ടണം, രാജാവ് അല്ലെങ്കിൽ വിളിപ്പിക്കണം. ഇതൊന്നുമില്ലാതെ രാജസന്നിധിയിൽ കയറി ചെല്ലുകയാണ്. എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് രാജാവ് ആ സ്വർണ്ണദണ്ട്, സെപ്റ്റർ എന്ന് പറയും, അവരുടെ രാജദണ്ട് നീട്ടി കാണിച്ചു. ഇവിടെ അതിൽ തൊട്ടു, ഇവള് വിനയത്തോടു കൂടി സംസാരിച്ചു. ഇവളുടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു. അതിലേക്ക് ഞാൻ നീട്ടി വലിച്ചു പോണില്ല, എസ്തർ പുസ്തകം വായിക്കുന്നവർക്ക് അതറിയാം. 1, ധൈര്യമായി രാജസന്നിധിയിൽ ചെന്നു. വധശിക്ഷയെ പോലും വകവയ്ക്കാതെയാണ് അവൾ ചെന്നത്. രാജാവ് അപ്പൊ പൊൻചെങ്കോൽ നീട്ടി, അവളുടെ അഭ്യർത്ഥന മാനിക്കപ്പെട്ടു. 2, രാജാവിന്റെ മോതിരം വാങ്ങി യഹൂദരെ കൊന്നെടുക്കാനുള്ള കൽപ്പന ക്യാൻസൽ ചെയ്യിച്ചു. ഒരു സീറോയിൽ നിന്ന് ഹീറോ ആവുന്ന ഒരു അനുഭവമാണ് നമുക്ക് എസ്തറിൽ കാണുന്നത്. ആ മൊത്തം നിബന്ധന 2-3 ദിവസത്തിനുള്ളിൽ ആ നിബന്ധന നടപ്പാക്കേണ്ടതാണ്. അവൾ അതേ മോതിരം വാങ്ങിയിട്ട് ആ നിബന്ധന ക്യാൻസൽ ചെയ്യിച്ചു. ഇനി 3, മോർദെഖായിയെ തൂക്കിലേറ്റാൻ ഹാമാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹാമാൻ കടന്നു വരുമ്പോഴും പോകുമ്പോഴും മോർദെഖായിയെ ഒരുപാട് റെസ്പെക്റ്റില് ഹാമാനെ സ്വീകരിക്കുന്ന, എഴുന്നേറ്റ് നിൽക്കുന്നില്ല, തലകുനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോർദെഖായിയെ തൂക്കിക്കൊല്ലാനായിട്ട് ഹാമാൻ ഓർഡർ രാജാവിന്റെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡറിനെ എസ്തർ ക്യാൻസൽ ചെയ്യിച്ചു. ഇനി ഹാമാനെ മോർദെഖായിയെ തൂക്കിലേറ്റാൻ ഉണ്ടാക്കിയ അതേ കഴിമരത്തിൽ തന്നെ ഹാമാനെ തൂക്കിലേറ്റാനുള്ള ഓർഡർ വാങ്ങി. ദുഷ്ടനായ ഹാമാന്റെ 10 മക്കളെയും രാജകൊട്ടാരത്തിലെ ഹാമാന്റെ ആളുകളെയൊക്കെ വധിക്കാനുള്ള കൽപ്പന നേടിയെടുത്താൽ ഈ വീണ്ടും അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. മോർദെഖായിയെ രാജാവിന്റെ കാര്യവിചാരകനാക്കി സൂക്ഷിച്ചു. മോർദെഖായി വളരെ ഏബിളായിട്ടുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. മുമ്പും രാജാവിനെ വധത്തിൽ നിന്ന് രാജാവിന്റെ രാജപാലകർ, അതായത് സെക്യൂരിറ്റീസ് തമ്മിൽ രാജാവിനെ അനർത്ഥം വരാൻ, രാജാവിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോ അന്നും ആ ന്യൂസ് എസ്തറിനോട് പറഞ്ഞ് രാജസന്നിധിയിൽ എത്തിച്ചത് കുറച്ചു മുമ്പ് മോർദെഖായിയാണ്. അത്തരത്തില് വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു ആളാണ് മോർദെഖായി. പക്ഷെ ഒരു സാധാരണക്കാരനായതുകൊണ്ട് അങ്ങനെ പുറത്തു നിന്നു. ഇപ്പൊ എസ്തർ ഇടപെട്ട് മോർദെഖായിനെ രാജാവിന്റെ 2ാം സ്ഥാനക്കാരനാക്കിയിട്ട് ഉയർത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കഴിവുമില്ലാത്തൊരു സ്ത്രീ എല്ലാ തരത്തിലുള്ള കഴിവ് ആർജിച്ചിട്ട് ഒരു വംശത്തെ രക്ഷിച്ചെടുത്ത ചരിത്രം സത്യം പറഞ്ഞാൽ എസ്തറിന് മാത്രമാണ്, ഒരു വനിത എന്നുള്ള നിലയിൽ എസ്തറിന് മാത്രമാണ് ബൈബിളിലെ. ഇത് പണ്ട് നടന്ന ഒരു സംഭവമായതുകൊണ്ട് ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്കുള്ള ഒരു സംഭവമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാനും കൂടി നമുക്ക് കഴിയണം. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം അതുപോലെയല്ല. ആ ഒരു ട്രാൻസ്ലേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞു 2 പുസ്തകങ്ങളെ സ്ത്രീനാമങ്ങളിലുള്ളൂ. 1 രൂത്ത്, 1 എസ്തർ. അതിൽ എസ്തർ ആണ് ഏറ്റവും ഈ റിസ്ക് ഉള്ള ജോലി ചെയ്തിട്ട് ഈ 4 തരത്തിലുള്ള പ്രവർത്തന ശൈലി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ശൈലിയും സ്വായത്തമാക്കിയിട്ട് ഒരു ചരിത്രമായി മാറിയ വ്യക്തി എസ്തറാണ് ബൈബിളിൽ. ഇനി ഉറങ്ങിക്കിടന്ന എസ്തറിന്റെ ഗുണങ്ങൾ ഉയർത്തെഴുന്നേറ്റപ്പോ തന്നെയാണ് എസ്തർ ഒരു ചരിത്രമായത്. നമുക്കും പറയാം, വി നീഡ് നോ ടൈറ്റിൽ ടു ആക്ട്. എവിടെയാണ്, എന്താണ് ആവശ്യം എന്നുള്ളത് അറിഞ്ഞ് നമുക്കും പ്രവർത്തിക്കാൻ കഴിയും. എസ്തറിന്റെ പോലെ വലിയ കലാമിറ്റി നേരിടുകയോ വംശഹത്യയിൽ നിന്നൊരു ജനതയെ രക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആവശ്യം എന്താന്ന് നോക്കി പ്രവർത്തിക്കുന്നവനാണ് ലീഡർ. ഇത് നമുക്ക് സ്ത്രീകൾക്കും ധാരാളമായിട്ട് പറ്റും. പല മേഖലകളിലും എനിക്ക് തോന്നുന്നത് പുരുഷന്മാരെക്കാളും കൂടുതൽ വളരെ കൃത്യമായിട്ട് സ്ത്രീക്ക് വളരെ സമാധാനപരമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് കഴിവില്ല അങ്ങനെയൊന്നും അല്ല ഞാൻ പറയണത്. അവരുടേതായ രീതിയിൽ സ്ത്രീകൾക്ക് ആ രീതിയിൽ എസ്തർ നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് കാണിച്ചു തരുന്നത്. ഇനി ഇവിടെയുള്ള കുട്ടികൾക്കായിട്ട് ഞാനൊരു ചെറിയ കഥ ഇതിനോട് അനുരൂപപ്പെടുന്ന ഒരു ചെറിയ കഥ പറയാണ്. ഒരിക്കലേ
ഒരു പാരൻസിന് 2 കുട്ടികളുണ്ട്. ഒരു 8 വയസ്സായ ഒരു കുട്ടിയും ഒരു 2 വയസ്സായ ഒരു കുട്ടിയും ഉണ്ട്. ഇവർക്ക് ഇരുട്ട് ഭയങ്കര പേടിയായി 2 കുട്ടികൾക്കും. ഒരിക്കൽ രാത്രി ഉറങ്ങണ സമയമായിട്ടില്ല, ഇവര് 2 പേരും ബെഡ്റൂമില്, അപ്പനും അമ്മയും പേരൻസ് ബെഡ്റൂമില് ഒരു പുസ്തകം വായിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ 8 വയസ്സായ മൂത്ത കുട്ടി വാതിക്കൽ വന്ന് നിന്നു. നിന്നപ്പോ അമ്മ ചോദിച്ചു, എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കണേന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, മോൻ ഉണ്ണി അവിടെ കൗച്ചില് ലൈറ്റ് ഇല്ല, മുറിയില് ലൈറ്റ് കത്തണില്ല, അവിടെ ആ കൗച്ചിൽ കിടക്കുക, അവന് ഇരുട്ട് ഭയങ്കര പേടിയല്ലേ. ഇവൾക്കും ഭയങ്കര പേടിയാണ് ഇരുട്ട്. അപ്പൊ അമ്മ പറഞ്ഞു, അത് സാരല്ലേ, അവൻ അവിടെ കിടന്ന് ഉറങ്ങല്ലേ, ഉറങ്ങട്ടെ, അത് നീ അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. അവള് തിരിച്ചുപോയി. ഒരു 10 മിനിറ്റ് നേരം പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് തോന്നി ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് വെച്ചിട്ട് ആദ്യം തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോ അവിടെ ആ മൂത്ത പെൺകൊച്ചി അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. മൂത്ത പെൺകൊച്ചിനെ കാണാനില്ല. അപ്പൊ വേഗം ഡൗൺ സ്റ്റേഴ്സിലേക്ക് ചെന്നു. ഡൗൺ സ്റ്റേഴ്സിൽ ചെന്നപ്പോ അവിടെ ലൈറ്റ് ഇല്ല. അപ്പൊ ലൈറ്റ് ഇല്ലാതെ ഇപ്പൊ അവര് ടോർച്ച് അടിച്ച് നോക്കിയപ്പോ ആ കൗച്ചിന്റെ മുകളില് ആ ചെറിയ ആൺകുട്ടി, 2 വയസ്സായ ആൺകുട്ടി കിടന്നതിന്റെ തൊട്ടപ്പുറത്ത് സ്ഥലം ഇല്ല. ഇടുങ്ങി പിടിച്ച് അവന്റെ പകുതി ഭാഗം അവന്റെ മേലെയായിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ 2 കുട്ടികളും, ആ 2 പേർക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്, 2 പേരും ആ ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് അമ്മ കണ്ടത്. അപ്പൊ കറേജ് എന്ന് പറയുന്നത് നമുക്ക് പേടിയില്ലായ്മ അല്ല, പേടിക്കപ്പുറത്ത് പ്രവർത്തിക്കേണ്ട ചില മേഖലകള്, ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾക്കുള്ള തിരിച്ചറിവാണ് കറേജ് എന്ന് പറയുന്നത്. കറേജ് doesn't mean we are not afraid. It just means you care about and act upon something more than your fears. ഇനി എസ്തറിനെ പോലെ അത്ര വലിയ റിസ്കുകളൊന്നും എടുക്കാതെ തന്നെ നമുക്കും നേതൃത്വ പദവിയിലേക്ക് ഉയർന്നു വരാം. എങ്ങനെയാണ് നമുക്ക് നേതൃത്വ പദവിയിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്നത്? ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ പ്ലാറ്റ്ഫോം നേതൃത്വം എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്, ഒരു പദവിയല്ല, അല്ലെങ്കിൽ അതൊരു പൊസിഷൻ അല്ല, ഒന്നുമല്ല. ആ ഒരു പ്രവർത്തന പദത്തിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഉയർന്നു വരാൻ കഴിയുക? നമ്മുടെ ചുറ്റും നമുക്ക് അവസരങ്ങളുണ്ട്. ചുറ്റും കണ്ണു തുറന്ന് നോക്കിയാല് നമുക്ക് അവസരങ്ങളുണ്ട്. ഈ മഹാമാരിയുടെ കാലത്ത് നിസ്സഹായനായ അല്ലെങ്കിൽ നിസ്സഹായയായ ഒരു വ്യക്തിയെയെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ടാവണമെന്നില്ല, ഏതെങ്കിലും തരത്തില് നമ്മുടെ മുന്നില് വന്നിട്ടുണ്ടാവും. ഉറപ്പാണ്, ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ മുന്നില്, നമ്മുടെ കൺമുന്നില് വന്ന് പെട്ടിട്ടുണ്ടാവും. അവരെ ഏതെങ്കിലും തരത്തിൽ ചെറിയതായിട്ടെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നേതാവായി കഴിഞ്ഞു, ഒരു സംശയവും വേണ്ട. ഇത് തന്നെയാണ് നേതൃത്വം. ഇനി ആരുടെയെങ്കിലും വിഷമാവസ്ഥകള് ടിവിയിലോ അല്ലെങ്കിൽ നേരിട്ടോ പറഞ്ഞു കേട്ടോ അറിയുമ്പോ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടോ എങ്കില് തീർച്ചയായിട്ടും നിങ്ങളിൽ നേതൃത്വ ഗുണമുണ്ട്, സംശയം വേണ്ട. ഇനിയും ദുരവസ്ഥയിലേക്ക് നീങ്ങാൻ ഈ ലോകം സാധ്യതയുണ്ട്. ഇപ്പൊ ഈ കോവിഡ് ഇപ്പൊ പറയുന്നു, മലേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് മ്യൂട്ടേഷൻ വന്നിട്ടുണ്ടെന്ന്. മ്യൂട്ടേഷൻ വന്ന കോവിഡ് അത് ഭയങ്കര ഡബിൾ സ്ട്രെങ്ത്തിലാ വരിക. അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാന്ന് ആർക്കും ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ തന്നെ ആ വാക്സിൻ അപ്രസക്താവും, അത് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വൈറസിനെ. അപ്പൊ അതുകൊണ്ട് ഇനിയും ലോകം പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ ഇനിയും അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ തരത്തിലും സഹായം ചെയ്യാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ളൊരു നേതൃത്വം നമുക്ക് ഉണ്ടാകണം. ഇത്തരത്തിലുള്ള നേതൃത്വം നമ്മുടെ ഇടയിലുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും ധാരാളമായിട്ടുണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് നമ്മൾ സഹായകമായിരിക്കട്ടെ. അത് നേതൃത്വമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് പ്രവർത്തന ശൈലിയിലേക്ക് വരാൻ കഴിയട്ടെ. ഇറ്റ് ഈസ് ഗുഡ് ടു ബി ബ്ലെസ്ഡ്, ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി എ ബ്ലെസ്സിങ്. ഒരു ബ്ലെസ്സിങ് ആവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നല്ല വാക്കുകൾ കേട്ട എന്നെ ഇവിടെ വിളിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്, കുട്ടികളൊക്കെ ഉള്ളതാണ്. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ബിഷപ്പ് ഉമ്മൻ തിരുമേനി, സുജ, സിയുടെ ഭാരവാഹികളെ എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
ഓക്കെ. എന്റെ ചുമതല വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ളതാണ്. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്റെ കർത്തവ്യം ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ ഈ മീറ്റിംഗിൽ സന്തോഷത്തോടു കൂടി വന്ന് പങ്കെടുത്ത ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനിക്ക് KCCയുടെ ഗൾഫ് സോണിന്റെയും നാമത്തിലും KCC വുമൻസ് വിങ്ങിന്റെ നാമത്തിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത KCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസിന് KCC ഗൾഫ് സോണിന്റെയും KCC വുമൻസ് വിങ്ങിന്റെയും നാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദ ലീഡർ ഹൂ ഹാസ് നോ ടൈറ്റിൽ, അധികാരം വേണ്ടാത്ത ലീഡർഷിപ്പിനെ പറ്റി നേതൃത്വം എന്നത് പ്രവൃത്തിയാണ്, പദവിയല്ല എന്ന നല്ല ഒരു മെസ്സേജ് തന്ന പേളി ജോസ് മാമിനോട് KCC ഗൾഫ് സോണിന്റെയും KCC വുമൻസ് വിങ്ങിന്റെയും നാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിൽ സമയം കണ്ടെത്തി വന്ന് പങ്കെടുത്ത എല്ലാ വൈദികരോടും KCCയുടെ ഗൾഫ് സോണിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. CSI പള്ളിയെന്നും എബ്രഹാം കോശി, അങ്ങനെ നമുക്ക് അറിയാവുന്ന അറിയാൻ വയ്യാത്തതുമായ അച്ഛന്മാർ വന്നിരുന്നു. അവരെല്ലാം ഓരോരുത്തരെയായിട്ട് പേരെടുത്ത് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ കോൺഫറൻസ് നടത്തുവാൻ സഹായിച്ചത്, ഇത് ആക്ച്വലി ഒരു കോൺഫറൻസ് എന്ന് നമുക്ക് പറയാം പുറമെ, പക്ഷെങ്കിൽ ഇത് പ്രെയറായിട്ടാണ് നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രെയർ എന്ന് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിന് പേരിട്ട് അങ്ങനെയാണ് ഇത് നടത്തുവാൻ തീരുമാനിച്ചത്. ഈ കോൺഫറൻസ് നടത്തുവാൻ സഹായിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് പറയേണ്ട ചില ആളുകളുടെ പേരുണ്ട്. ഒന്ന് ഇതിന് മിസ്റ്റർ ജോബി ജോഷ്വ, ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യത്തിനും മുന്നേ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ ഓരോ അംഗങ്ങളും മിസ്റ്റർ മോനി ചാക്കോ, മിസ്റ്റർ സോളമൻ, മിസ്റ്റർ ചെറിയാൻ കീക്കാട്, മിസ്റ്റർ ഡയസ് ഇടുക്കള, മിസ്റ്റർ ബിജു പാപ്പച്ചൻ, അതുപോലെ തന്നെ മിസ്റ്റർ പോൾ, മിസ്റ്റർ അലക്സ്, അങ്ങനെ പലരും ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഗ്ലോറിയ ന്യൂസിന്റെ എഡിറ്ററായ മിസ്റ്റർ അഭിജിത്തിന് വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ KCCയുടെ ഇപ്പോഴത്തെ ഗൾഫ് സോൺ സെക്രട്ടറിയായ മിസ്റ്റർ ബാബു കുര്യൻ അങ്കിളിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ പുറകിലെ എല്ലാ പ്രവർത്തനത്തിനും മുന്നോട്ട് നിന്ന് എന്നെ കൂടെ നിന്ന് സഹായിച്ച ജോബി ചായനും ബാബു ചായനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരും തന്നെ ഇതിൻ്റെ പുറകിൽ നമുക്ക് വേണ്ടി സഹായം ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ UAE സോണിലെ ഓരോ യൂണിറ്റിൻ്റെയും, ദുബൈ യൂണിറ്റ്, ഷാർജ യൂണിറ്റ്, ഏത് യൂണിറ്റ്, എല്ലാ യൂണിറ്റിൻ്റെയും ഭാരവാഹികൾക്ക് പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഒരു കുടുംബം പോലെ ഈ മീറ്റിംഗിൽ വന്ന് പങ്കെടുത്ത് എൻ്റെ എല്ലാ സഹോദരിമാർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനിയും തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങിലും വന്ന് പങ്കെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ അടുത്ത മാസവും ഇതുപോലെ ഒരു മീറ്റിംഗ് എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ജീവിതത്തിന്റെ നല്ല ഫലങ്ങൾ ഒരു ജനതയുടെ വീണ്ടെടുപ്പിനായി, ഒരു ജനതയുടെ രക്ഷയ്ക്കായിട്ട് മുഖാന്തരമായി തീർന്നുവെന്ന് ഈ വാക്കുകളിലൂടെ നിങ്ങൾ കേൾക്കാനിടയായി. ഈ സന്ധ്യയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് KCCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിമന്യ ഉമ്മൻ ജോർജ് തിരുമേനിയെ സമർപ്പിക്കുന്നു. നല്ല നേതൃത്വം നൽകുവാൻ തക്കണം
പിതാവിനെ ബലപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന എല്ലാവരെയും സമർപ്പിക്കും. പ്രത്യേകിച്ച് ഗൾഫ് സോണിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ സന്ധ്യയിൽ നമ്മൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ശക്തമായി സഭകളെ ഒന്നായി കൂട്ടായ്മയായി കൊണ്ടുപോകാൻ തക്കോണം പ്രവർത്തനങ്ങൾ മൂലം അനേകർ രക്ഷയുടെ വീണ്ടെടുപ്പിലേക്ക് കടന്നു വരുവാൻ തക്കോണം അവിടുന്ന് എല്ലാവരെയും ഒരുക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ചയെടുക്കും. എല്ലാവരുടെയും അധ്വാനത്തിന് 30, 60, 100 മേനിയായി ഫലം ലഭിക്കാൻ തക്കോണം അവിടുന്ന് സഹായിക്കും. പ്രത്യേകാൽ ഈ ഒരു മഹാമാരിയുടെ ഈ ഘട്ടത്തിൽ അനേക പ്രയാസത്തിലൂടെ, സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ, ജോലിയുടെ പ്രയാസങ്ങളിലൂടെ, വിവിധ തലങ്ങളിൽ പല തരത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവിടുന്ന് അവർക്ക് കൂട്ടായിരിക്കണമേ. പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ ഞങ്ങൾ തളർന്നു പോകാതെ, വീട് പോകാതെ അവിടുത്തെ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കോണം സഹായിക്കണം. ഈ സന്ധ്യ അനുഗ്രഹത്തിന്റെ സന്ധ്യയായി തീരുവാൻ തക്കോണം ഞങ്ങൾക്ക് വചനങ്ങളെ പങ്കുവെച്ച ദാസിക്കായിട്ട് സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളിൽ കൂടെ ഇരുന്ന് സഹായിക്കണം. ഒരു നല്ല നേതൃത്വം നൽകുവാൻ തക്കോണം പ്രിയദാസിയെ ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ സംബന്ധിച്ച എല്ലാവരെയും വാഴ്ത്തണം. മാനമഹത്തോടെ നിനക്ക് പിതാവിനും പരിശുദ്ധമായി സദായിപ്പോഴും സ്തുതിയും സ്തോത്രവും നാളും കരയിക്കുവാനായിട്ട് തന്നെ. ബഹുമാനപ്പെട്ട എബ്രഹാം കോശി കൊന്നുംപുറത്തച്ഛൻ KCCയുടെ ഗൾഫ് സോണുമായിട്ട് 2 വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. KCCയുടെ തന്നെ എനിക്ക് എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാൻ ആണെന്നാണ് എൻ്റെ ധാരണ അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊച്ചുമ്മ ഇവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഗൾഫ് സോണിന്റെയും ഭാഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഉള്ള അഗൈതവുമായ നന്ദി എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു അച്ഛാ. ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ദൈവത്തിന്റെ കൃപയുള്ള കരുതലിനും കാവലിനും നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തന്റെ തിരുമുഖ പ്രസാദങ്ങളിൽ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ത്രിയേക ദൈവത്തിന്റെ നിരന്തര സാന്നിധ്യം, സഹായം, അനുഗ്രഹങ്ങൾ, നന്മകൾ, വാഴ്വുകൾ KCC പ്രസ്ഥാനത്തിന്റെ മേലും വിശേഷ ഗൾഫ് സോണിന്റെ മേലും ഇന്ന് ഞങ്ങളോട് വചനം പറഞ്ഞ പേർലി മാഡത്തോടും കേട്ട വചനത്തോടും പങ്കെടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠരോടും എല്ലാ ദൈവജനത്തോടും കൂടി ഇപ്പോഴും എപ്പോഴും സദാകാലം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു തിരുമേനി. താങ്ക് യു അച്ഛൻ. നമ്മുടെ സീസപ്പള്ളിയിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛന് ഒന്ന് ജോസ് അച്ഛൻ. എന്റെ പേര് സ്റ്റീഫൻ ജോസഫ്. ഞാൻ സൗത്ത് കേരള ഡയോസിസിലെ അച്ഛനാണ്. ഇവിടെ ദുബായ് പള്ളിയിലാണ് ഇപ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ ദ മീറ്റിംഗ് ആൻഡ് ഫോർ ദ മെസ്സേജ്. വളരെ താങ്ക് യു അച്ഛാ. വന്ന് സംബന്ധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്.
എന്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ് ഈ KCC-യുമായി റിലേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ്. അത് വളരെ അനുഗ്രഹപ്രദമായി എന്നുള്ളത് ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് അച്ഛാ. അച്ഛാ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി സംസാരിക്കണമെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് പ്രകാശ് സാറിനെയും കൊണ്ടുവന്നത് ജോബിക്കാനാണ്. വളരെയധികം സന്തോഷം. I am always KCC.